നമസ്കാരം, ബഷീറാണ്. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന്. ഈ കാണുന്നത് നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ എരിക്കുംചിറ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. എരിക്കുംചിറ ബസ് സ്റ്റോപ്പാണ്, ബസ് റൂട്ടാണ്, ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു ടാറ്റാ സുമോ വരുന്ന വഴിക്ക് ഏകദേശം ഒരു 100, 150, 200 മീറ്ററോളം ഉള്ളിലോട്ടായിട്ട് ഒരു 8 സെൻറ്റോളം സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ വരുന്ന ഒരു വഴിയാണ് കേട്ടോ. അതിലേ വന്നു കഴിഞ്ഞാൽ ഒരു 8 സെൻറ്റ് സ്ഥലം ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ അതിർത്തി ഇവിടം മുതൽ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇതുവിടം വരെ ഒരു 8 അടി വീതിക്ക് നമുക്ക് വഴി തരും. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും പുറകിലേക്ക് ഏകദേശം ഒരു 100 മീറ്ററോളം ഉള്ളിലോട്ട് പോകണം കേട്ടോ. 100 മീറ്റർ, ഏകദേശം ഒരു 100 മീറ്റർ ഉള്ളിലോട്ടായിട്ട് ഒരു 8 സെൻറ്റ് പറമ്പ് സെൻറ്റ് ഒന്നിന് വെറും 45,000 രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളതാണ്. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ എരിക്കുംചിറ എന്ന് പറഞ്ഞ ഭാഗത്താണ്. അപ്പോൾ ഇത് ഇപ്പോൾ അവർക്ക് പ്രോപ്പർട്ടിയൊക്കെ ഭാഗം കിട്ടിയതാണ്. ആങ്ങള പെങ്ങള എന്നുള്ള രീതിക്കൊക്കെ ഭാഗം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ആ പഞ്ചായത്ത് ടാറിംഗ് റോഡ് കണ്ട ഭാഗത്ത് നിന്ന് ഒരു 8 അടി വീതിക്ക് ഒരു 100 മീറ്ററോളം ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അതിനിടയ്ക്ക് ഇവർ വേറൊരു 10 സെൻറ്റ് സ്ഥലം വേറൊരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സെൻറ്ററിലോ മറ്റോ ആയിട്ട്. അപ്പോൾ ഇതിൽ വഴി ഇപ്പോൾ അങ്ങനെ വീടുകളൊന്നും വരാത്തത് കൊണ്ട് വഴി അങ്ങനെ കൺഫേം ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു 8 അടി വീതിക്ക് നമുക്ക് നേരെ പുറകിലേക്ക് ഒരു 100 മീറ്ററോളം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് 8 സെൻറ്റ് സ്ഥലം കിടക്കുന്നത്. 8 സെൻറ്റ് എന്നുള്ളത് ഏകദേശം ഒരു ധാരണയിൽ പറയുന്നതാണ്. ചിലപ്പോൾ അളക്കുമ്പോൾ 1 സെൻറ്റ് കൂടാം, അതല്ലെങ്കിൽ 1 സെൻറ്റ് കുറയാം എന്നുള്ള കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ പറഞ്ഞത് സെൻറ്റ് ഒന്നിന് വെറും 45,000 രൂപ മാത്രം, വില കുറയുന്നതല്ല, ഫൈനൽ റേറ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുണ്ടോ ഈ ഒരു കമ്പിവേലി പോസ്റ്റ് കണ്ടില്ലേ? ഈ കമ്പിവേലി പോസ്റ്റിൻ്റെ തൊട്ട് പുറകിലായിട്ട്, അപ്പോൾ ഇതിൽ നമുക്കൊരു 8 അടി വീതി വഴി വരും. തൊട്ട് പുറകിലായിട്ട് ഒരടി താഴ്ച, ഈ ഒരു കമ്പിവേലിൻ്റെ അവിടെ നിന്ന് ഒരടി താഴ്ച ഉണ്ടാവും. അത് JCB ഒക്കെ ഇട്ട് വഴിയൊക്കെ ഇട്ട് തട്ടി നിരത്തി ലെവലാക്കി എടുക്കുമ്പോൾ ഏകദേശം നിരന്ന ഭൂമി തന്നെയാണ്. പാറയോ കാര്യങ്ങളോ മറ്റുള്ളതൊന്നുമില്ല. നല്ല പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ മഴക്കാലത്തിൻ്റെ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് ഈ കപ്പയും അതുപോലെ മഞ്ഞയും ഇഞ്ചിയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു 8 സെൻറ്റോളം സ്ഥലം വരുന്നത്. അപ്പോൾ 45,000 രൂപ മാത്രമേ പറയുന്നുള്ളൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വില കുറഞ്ഞ സ്ഥലം കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ 2 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ JCB ഇട്ട് തട്ടി നിരത്തി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഏകദേശം ഒരു നിരപ്പായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് ഇവരുടെ പെങ്ങളുടെ സ്ഥലമുണ്ട്. ഈ പ്ലോട്ടിൻ്റെ ഉടമസ്ഥൻ്റെ പെങ്ങളുടെ സ്ഥലമുണ്ട്. അപ്പോൾ അതിലേക്കും കൂടെ ആയിട്ടായിരിക്കും ഈ വഴി വരിക. അപ്പോൾ ഒരു പൊതുവഴിയായിരിക്കും. ഇവിടെയൊക്കെ വീടുകൾ വരുമ്പോൾ അതൊരു പൊതുവഴിയായിട്ട് മാറാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. ഈ ചാനൽ മറക്കാതെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന ഈ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നുള്ളതൊരു അപേക്ഷ കൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വില കുറഞ്ഞ ഇങ്ങനെയുള്ള വീട് വെക്കാൻ പറ്റിയത് വില കുറഞ്ഞ സ്ഥലമുണ്ടോ, 15,000 രൂപയ്ക്ക് കിട്ടുമോ വീട് വെക്കാൻ സ്ഥലം എന്നൊക്കെ ചോദിച്ച് വിളിച്ച ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കയ്യിലുള്ള പൈസയുടെ മൂല്യത്തിനനുസരിച്ചല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഒരാളെയും നമ്മൾ അങ്ങനെ ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഈ വിലയ്ക്ക് ചോദിക്കണമെന്നൊന്നും ഒരിക്കലും ചോദിക്കില്ല കേട്ടോ. കാരണം ഓരോ ആൾക്കാർ അത്രയും ഗതികേടും സാഹചര്യ മോശങ്ങൾ കൊണ്ടുമൊക്കെ ആയിട്ടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. 15,000-നൊന്നും നമുക്ക് ഈ പറമ്പ് കാറ്റഗറിയിൽ പെട്ടത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു വെറും 45,000 രൂപ പറയണു, അത് കുറയില്ല എന്നും പറയുന്നുണ്ട് ഉടമസ്ഥൻ. ഇനി വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടെ ചോദിക്കാം. അപ്പോൾ വൈകാതെ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. പാലക്കാട് ജില്ലയാണ്. ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്ത ടൗൺ എന്നൊക്കെ പറയാനായിട്ട് ഈ കുന്നങ്കാട്, അതുപോലെ വടക്കഞ്ചേരി, അതൊക്കെയാണ്. നമുക്ക് വടക്കഞ്ചേരിക്കൊക്കെ ഏകദേശം ഒരു 10 കിലോമീറ്ററിനടുത്ത് 8-9 കിലോമീറ്ററാണ് ദൂരമുള്ളത്. പിന്നെ ഈ കുന്നങ്കാട് ജംഗ്ഷൻ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ജംഗ്ഷനാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായതിനു ശേഷം വിളിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ.